നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6-ൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സിജോ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കാട്ടുതീ പോലെയാണ്. ബിഗ് ബോസ് ഹൗസിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വെക്കും, മറിച്ചു വെക്കും, അതിലുള്ള പാർട്ടിസിപ്പൻസിനെയൊക്കെ ഞാൻ പറപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ അതിലേക്ക് ചെല്ലുന്നത്. പക്ഷേ കാട്ടുതീ പോയിട്ട് ചെറിയൊരു തീപ്പൊരി കഷ്ണം പോലും ആയില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഈ മല പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ള പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ആ പഴഞ്ചൊല്ല് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ കറക്റ്റാണ്. അപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അദ്ദേഹത്തിന്റെ മത്സരത്തെ ആയിക്കോട്ടെ, അദ്ദേഹത്തിന് ആ ഇഞ്ചുറി പറ്റിയ സംഭവം ആയിക്കോട്ടെ, ആ വിഷയങ്ങളൊക്കെ സംഭവിച്ചപ്പോഴൊക്കെ ഞാൻ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യവും, അദ്ദേഹത്തിന്റെ നിലപാടുകളൊക്കെ തന്നെ വെറും തെറ്റാണ്. ആ ഷോയ്ക്ക് വേണ്ടി ചുമ്മാ കെട്ടിച്ചമച്ച് പറഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം അതിനകത്ത് വന്ന് പറഞ്ഞതൊക്കെ. യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹത്തിന് യാതൊരു രീതിയിലുള്ള നിലപാടുമില്ല. അല്ലെങ്കിൽ ആ ഷോയിൽ പറഞ്ഞ നിലപാടുകൾ ഒന്നും തന്നെയല്ല യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം സ്വീകരിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ ആ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടി ഒളിച്ചോടിപ്പോയില്ലേ? അപ്പോൾ ഒളിച്ചോടിപ്പോയപ്പോൾ ഈ സിജോ ചേട്ടൻ അദ്ദേഹത്തിന്റെ റിയാക്ഷൻ ചാനലിൽ ഇതിനെ പറ്റിയിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. വെറുതെ അങ്ങ് റിയാക്ഷൻ വീഡിയോ ഇടുവായിരുന്നില്ല. ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ അനന്തു ചേട്ടൻ ഇട്ട വീഡിയോയെ വിമർശിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു വീഡിയോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനന്തു ചേട്ടൻ അതിനൊരു റിപ്ലൈ വീഡിയോ ഇടും. അങ്ങനെ ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ടതോട് കൂടിയിട്ട് അനന്തു ചേട്ടന് വേണ്ടിയിട്ട് സിജോ ഇന്നലെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ തംബ്നെയിലാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. അപ്പം ഞാനിങ്ങനെ യൂട്യൂബേഴ്സ് പരസ്പരമുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ക്ലാഷിൻ്റെ ഇടയിൽ ഇടപെടാത്തൊരു വ്യക്തിയാണ്. അതിനെ പറ്റിയിട്ടൊന്നും ഞാൻ റിയാക്ട് ചെയ്യാറോ വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യാറില്ല. വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ആ കാര്യത്തെക്കുറിച്ചൊന്നും വീഡിയോ ചെയ്യാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് സിജോ ചേട്ടൻ ഇട്ടേക്കുന്ന ആ വീഡിയോ, ഞാൻ ഈ തംബ്നെയിൽ കാണിച്ചേക്കുന്ന വീഡിയോ, അതിൽ സിജോ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ 2 കാര്യങ്ങൾ ഒരിക്കലും പബ്ലിക്കിന് മുമ്പിൽ വന്നിരുന്ന് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ഒരു നിലപാടും ഇല്ലാതെ. ആ കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് സ്ത്രീ എന്നുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യമുണ്ട്, അതല്ലാതെ തന്നെ പൊതുവെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടിയുണ്ട്. ആ 2 കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ആ 2 കാര്യത്തിൽ ഒന്നാമത്തെ കാര്യം എന്താന്നുള്ളത് ഞാൻ ഇപ്പൊ കേൾപ്പിച്ചു തരാം. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ മിസ്റ്റേക്ക്. മോനേനോ സിജോയ്ക്ക് എന്നെ കണ്ടിട്ട് പ്രായം തോന്നിക്കുന്നില്ല. പ്രായമല്ലായിരുന്നു അടുത്ത വിഷയം. ഞാൻ മോനെന്ന് വിളിച്ചു പോയി. പക്ഷേ ആ വിളി എന്തായാലും തിരുത്തണം. തിരുത്തില്ലെങ്കിൽ അനന്ത് മോനത് വിഷയമാകുമല്ലോ. അതുകൊണ്ട് ഞാൻ മോളെ എന്ന് വിളിക്കാം. ഓക്കെ, കാരണം മോളെ എന്ന് വിളിക്കേണ്ട പരിപാടികളാണ് കുട്ടൻ കുറച്ച് നാൾ മുന്നേയൊക്കെ കാണിച്ചു വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്തായാലും ഇനി അതിനകത്തൊരു ഡിസ്കഷൻ വേണ്ട. മോളെ, അനന്ത് മോളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ചെയ്യാം. വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. അപ്പം സിജോയോടാണ്, അനന്തു ചേട്ടനെ മോനെന്ന് വിളിക്കാൻ പറ്റത്തില്ല, മോളെന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ. മോളെന്ന് വിളിക്കേണ്ട പ്രവൃത്തിയാണ് അനന്തു ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾ പറഞ്ഞതിലൂടെ താങ്കൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. പൊതുസമൂഹത്തോട് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. എന്താ മോളെന്ന് പറഞ്ഞ വാക്ക് എന്താ അങ്ങ് ചീത്തയായിട്ടുള്ള വാക്കാണോ? അല്ലെങ്കിൽ മോശപ്പെട്ട വാക്കാണോ? മോളുമാരൊക്കെ, നമ്മുടെ നാട്ടിലെ മോളുമാരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവരാണോ? അതോ ഇനിയും പുള്ളിക്കാരൻ ഉദ്ദേശിച്ചത് വേറൊരു കാര്യമുണ്ടല്ലോ. ഈ പൊതുവെ കുറച്ച് ആൾക്കാർ പറയത്തില്ലേ, സ്ത്രീകൾ മാത്രമാണ് ഇങ്ങനെ കലവില്ലാന്ന് സംസാരിക്കുന്നത്, സ്ത്രീകൾ മാത്രമാണ് വായി തോന്നിയതെല്ലാം വിളിച്ചു പറയുന്നത്. ആ പ്രവൃത്തിയാണ് അനന്തുചേട്ടൻ ചെയ്തത്. അതായത് സ്ത്രീകൾ ചെയ്യുന്ന പ്രവൃത്തി, മോളുമാര് കാണിക്കുന്ന പ്രവൃത്തിയാണ് അനന്തുചേട്ടൻ ചെയ്തത്. അതുകൊണ്ടാണോ മോനെന്ന് വിളിക്കാൻ പറ്റത്തില്ല, മോളെന്ന് വിളിക്കാനേ പറ്റത്തുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞത്? അത് വ്യക്തമാക്കിയേ കൊള്ളാം. അല്ല, താങ്കളുടെ വീട്ടിലും മോളുമാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് മോളുമാരുണ്ട്, താങ്കളുടെ പരിചയത്തിലുണ്ടായിരിക്കും, താങ്കളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലുണ്ടായിരിക്കും. അപ്പം ഈ മോളുമാർ മുഴുവനായിട്ട് അങ്ങ് മോശക്കാരികളാണോ? ഈ നാട്ടിലെ മോളുമാരിൽ ഒരു മോളാണ് ഞാനും. അപ്പം എനിക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു കാര്യം പൊതുവേ പറയുമ്പോൾ അത് ബാക്കിയുള്ളവരെയും കൂടി ബാധിക്കും, അഫക്റ്റ് ചെയ്യുമെന്ന് താങ്കൾ മനസ്സിലാക്കണം. ഇപ്പം മനസ്സിലായല്ലോ അയാളുടെ നിലപാടിൻ്റെ ആ ഒരു വൈരുദ്ധ്യം. ബിഗ് ബോസ് ഹൗസിൽ വന്നുകൊണ്ട് എന്തൊക്കെയാ പറഞ്ഞേ? സ്ത്രീകളെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്, ജെൻഡർ ഇക്വാളിറ്റി പറയുന്നു, സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് പറയുന്നു, അങ്ങനെ പറയുന്നു, ഇങ്ങനെ പറയുന്നു. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നത് എന്താണ്, പ്രവർത്തിക്കുന്നത് എന്താണ്? സ്ത്രീകൾ എപ്പോഴും ഭയങ്കര തരംതാണ കാര്യങ്ങളെ ചെയ്യുന്നത്, അല്ലെങ്കിൽ മോളുമാര് തരംതാണ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത്. സ്ത്രീകളുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്കൊന്നും തന്നെ വിലയില്ല, നിലവാരമില്ല. അതൊക്കെയല്ലേ താങ്കൾ ഉദ്ദേശിച്ചത്? അല്ലെന്നുണ്ടെങ്കിൽ മോനെന്ന് വിളിക്കുന്നതിന് പകരം മോളെന്ന് വിളിക്കത്തില്ലല്ലോ.
അനന്തു എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമല്ല താങ്കൾ കളിയാക്കിയത്. ഓക്കെ, അല്ലെങ്കിൽ അനന്തു പെണ്ണുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് താങ്കൾ ഉദ്ദേശിച്ചത്. അത് വളരെ മോശമായിപ്പോയി. ഇത്രയും നിലപാടില്ലാതെ പെരുമാറാൻ പാടില്ല പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്ന്. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ കാണിച്ചു തരാം. അപ്പൊ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം, അനന്തമോൾ ഇങ്ങനെയൊക്കെ പറയുന്നു, അപ്പൊ എന്തായിരിക്കും അതിന്റെ കാര്യം? അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് അനന്തമോൾ എന്തോ 1994 കാലഘട്ടത്തിൽ അവരുടെ അനന്തമോള് ജനിച്ച ആ ഒരു സ്ഥലത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന ഏതോ ഒരു വലിയ ആഘോഷ പരിപാടിക്കിടയിൽ അനന്തമോള് ജനിക്കുകയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അനന്തമോളുടെ പൈതൃകത്തിന്റെ വിഷയമാണെന്നാണ് ഒരു പൊതു സംസാരം. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ പൈതൃകത്തിന്റെ ആ ഒരു ക്വാളിറ്റിയുടെ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പൈതൃകങ്ങളാൽ ജനനമെടുത്ത ഒരു വ്യക്തി എന്ന രീതിയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കാം. കാരണം അങ്ങനെയാണല്ലോ. കാരണം എനിക്ക് പേഴ്സണലി ഉണ്ടായ ഒരു ഇഷ്യൂ, അതിനെ ബഹുമാനിക്കണമെന്നോ അതിനെ പരിഗണിക്കണമെന്നോ ഞാൻ പറയുന്നില്ല. ആ വ്യക്തിയോട് ഞാൻ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എൻ്റെ കാര്യമാണ്. കഷ്ടം, പുച്ഛം തോന്നുന്നു എനിക്ക്. ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടോ? ഉളുപ്പുള്ള ആൾക്കാരും തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പരസ്യമായിട്ട് ഇങ്ങനെയൊന്നും പറയത്തില്ല. അതായത് അനന്തു ചേട്ടന്റെ പൈതൃകത്തെ ചോദ്യം ചെയ്തേക്കുന്നു, പിതൃത്വത്തെ ചോദ്യം ചെയ്തേക്കുന്നു. ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെയും അമ്മയ്ക്കും പറഞ്ഞതാണ്. നാണമുണ്ടോ? ഈ സിജോ എന്ന് പറയുന്ന വ്യക്തിയും ഒരു അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതല്ലേ, അല്ലാതെ പൊട്ടിമുളച്ച് വീണതൊന്നും അല്ലല്ലോ. സ്വന്തം അച്ഛനെയും അമ്മയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയും മറ്റുള്ളവരുടെ അച്ഛനും അമ്മയ്ക്കും വിളിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ മറ്റുള്ളവരുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാനോ പൈതൃകത്തെ ചോദ്യം ചെയ്യാനോ ഒന്നും നടക്കത്തില്ല. ഒരല്പം പോലും നിലവാരമില്ലാത്ത പ്രവൃത്തിയാണ് ഇയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ചാനലിൽ വന്നിട്ട് പരസ്യമായിട്ട് മറ്റുള്ളവരുടെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ പറയുവാണ്. നാണമുണ്ടോ? ഇച്ചിരിയെങ്കിലും ഉളുപ്പ് കാണിക്കും. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ഒരു പബ്ലിക് ഫിഗർ അല്ലേ, ആ പബ്ലിക് ഫിഗറിൻ്റെതായിട്ടുള്ളൊരു മാന്യത കാണിക്കുക. ബിഗ് ബോസ് സീസൺ 6 ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെയെങ്കിലും ഒരു നിലവാരം കാണിക്കുക. അതിൽ വന്നിട്ട് എല്ലാവരോടും ഭയങ്കര ബഹുമാനമാണ്, അച്ഛനോടും അമ്മയോടും ഭയങ്കര ബഹുമാനമാണ്, എല്ലാത്തിനോടും ബഹുമാനമാണ്, ഞാൻ വലിയ ഉത്തമനായിട്ടുള്ളൊരു വ്യക്തിയാണ് എന്നൊക്കെയാണെന്നല്ലോ അതിനകത്തെ വെപ്പ്. ഇപ്പം എൻ്റെ ആ ഉത്തമത്വമൊക്കെ താഴോട്ട് പോയോ? നിങ്ങൾ ഈ സിജോയുടെ വീഡിയോ പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ധാർഷ്ട്യമാണ് പ്രകടമാകുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അദ്ദേഹത്തെക്കുറിച്ച് വേറെ ആരും പറയാൻ പാടില്ല, വേറെ ആരും സംസാരിക്കാൻ പാടില്ല. അദ്ദേഹത്തിന്റെ കാര്യമോ അദ്ദേഹത്തിന്റെ ഷോയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും തന്നെ ആരും റിയാക്ട് ചെയ്യാൻ പാടില്ല. അത് പബ്ലിക്കായിട്ട് നടന്നൊരു ഷോയാണ്. അപ്പോൾ താങ്കളുടെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ റിയാക്ട് ചെയ്യാനുള്ള അവകാശം മറ്റുള്ളവർക്കുണ്ട്. താങ്കളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ആരും റിയാക്ട് ചെയ്തേക്കുന്നത്. താങ്കൾ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചോദ്യം വരിക തന്നെ ചെയ്യും. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് ഉത്തരം തരിക തന്നെ ചെയ്യണം. കാരണം പബ്ലിക്കിന്റെ മുമ്പിൽ പറയാൻ പാടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ. ആദ്യം താങ്കൾ സ്ത്രീകളെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലാണ് മോൾ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിച്ചത്. വെറുതെ ഇപ്പൊ അനന്തു ചേട്ടൻ മോനെന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. മോനെന്ന് വിളിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ മോളെന്ന് അങ്ങ് വിളിച്ചതാണ് എന്ന് താങ്കൾക്ക് ന്യായീകരിക്കാം. പക്ഷേ അതിനു മുമ്പ് താങ്കൾ ഒരു പ്രയോഗം കൂടി ഉപയോഗിച്ചു. മോളെന്ന് വിളിക്കേണ്ട പ്രവൃത്തിയാണ് അനന്തു കാണിക്കുന്നതെന്ന്. എന്ത് പ്രവൃത്തി? അല്ല, മോളെന്ന് വിളിക്കേണ്ട എന്ത് പ്രവൃത്തിയാണ് അനന്തു ചേട്ടൻ കാണിച്ചത്? എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാതെ വ്യക്തമായിട്ട് പറയുക. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഈ ചോദ്യത്തിനുള്ള ഉത്തരം തന്നേ പറ്റത്തുള്ളൂ. കാരണം താങ്കൾ എല്ലാവരെയും അപമാനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് താങ്കളുടെ വീഡിയോയിലൂടെ വന്നത്. ഒരാളോട് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അനന്തു എന്ന് പറയുന്ന വ്യക്തിയോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് മാത്രം സംസാരിക്കുക. അല്ലാതെ ആ വ്യക്തിയുടെ അച്ഛനും അമ്മയ്ക്കും പറയാനോ ആ വ്യക്തിയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാനോ പൈതൃകത്തെ ചോദ്യം ചെയ്യാനോ തനിക്ക് യാതൊരു രീതിയിലുള്ള അവകാശവും ഇല്ല. അതുകൂടാതെ തന്നെ വേറെ ഒരു പർട്ടിക്കുലർ വിഭാഗത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ആ വിഭാഗത്തിന്റെ കൂട്ടാണ് ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയാനും താങ്കൾക്ക് ഒരു അവകാശവുമില്ല. കഷ്ടം. ഷെയിം ഓൺ യു. എനിക്കതേ പറയാനുള്ളൂ. ഷെയിം ഓൺ യു. പുച്ഛം മാത്രമാണ് തോന്നുന്നത്.